ഇപ്പം CPM ആണ് ഇത് കാര്യമായിട്ട് ഇന്ന് എടുത്തത്. ഗോവിന്ദ മാഷ് CPIയും CPM ഒക്കെയാണ് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പം പക്ഷേ മറ്റേതെന്താണ് പ്രധാനപ്പെട്ട പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നാളെ രാവിലെ ഏഷ്യനെറ്റിൽ ചർച്ചയ്ക്ക് പോയിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മുതലാളിക്കെതിരെ അത് ചർച്ച ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏഷ്യനെറ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ രാവിലെ ഒന്ന് പറയുന്നു ഞാനിട്ട് വിചാരിക്കുന്നില്ല. അത് BJPയുടെ അധ്യക്ഷനായതുകൊണ്ടല്ല. BJPയുടെ അധ്യക്ഷന് മാത്രം കിട്ടുകയാണെങ്കിൽ എന്ത് സംഭവിച്ചേനെ, ഇതിന് ചർച്ചയ്ക്ക് എടുത്തേനെ. പക്ഷേ ഇന്ന് രാവിലെ ചർച്ചയ്ക്ക് അപ്പോൾ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചൊരു കാര്യം, ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വാർത്ത ഈ CPIയുടെ നാഷണൽ സെക്രട്ടറി സംസാരിക്കുന്ന സമയത്ത് ഏഷ്യനെറ്റിൻ്റെ മൈക്ക് മാത്രം വലിച്ചു പോകുന്നുണ്ട്. ഏഷ്യനെറ്റിൻ്റെ മൈക്ക് അതിനകത്തുണ്ട്, ആ ഏഷ്യനെറ്റ് മാത്രം വലിച്ചു. കാരണം അത് അവിടെ ടെലികാസ്റ്റിന് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു ആരോപണം വരുന്ന സമയത്ത് ആരോപണത്തിന് ക്ലാരിറ്റിയോടുകൂടി മറുപടി പറയുക, ഇതാ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഈ സമയങ്ങൾ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവസാനിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളത്തിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ക്ലീനായിരിക്കണം, നീറ്റായിരിക്കണം. അദ്ദേഹം കോർപ്പറേറ്റ് ബിസിനസ് നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ കോർപ്പറേറ്റ് ബിസിനസ്സായി BJPയെ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിർപ്പാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വിട്ടുനിൽക്കുന്നത്. കാരണം എന്താണ്, ഇങ്ങനെയല്ല BJPയെ കൊണ്ടു നടക്കുന്നത്, ഇങ്ങനെയല്ല കേരളത്തിലെ BJP വളർന്ന് ഈ പറയുന്ന 18%, 19% വോട്ടിംഗ് ഷെയറിലേക്ക് എത്തിയത് BJPനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നിട്ടല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ BJPക്ക് രാജീവ് ചന്ദ്രശേഖരൻ ഇതുപോലെയുള്ള ഇടപാടുകൾ തിരിച്ചടിയാകുമോ എന്ന് ചോദിച്ചാൽ 100% തിരിച്ചടിയാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിനകത്ത്.